പ്രപഞ്ചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞുതരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട്. സാറിനെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം സർ, ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വളരെ രസകരമായ, നമ്മൾ കുഞ്ഞുനാൾ തൊട്ട് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അതിൽ ഒന്ന്, ഈ തേനീച്ച വീട്ടിൽ കൂട് വയ്ക്കുന്നത് നല്ലതാണോ എന്നുള്ളതാണ്. വീട്ടിൽ തേനീച്ച കൂട് വയ്ക്കുന്നത് അത് ചെറു ഈച്ചയാണ്. വളരെ നേരിയ കൊതു പോലെ വലിയൊരു കൊതുവിൻ്റെ അങ്ങനെയുള്ള അത് ആ ചെറുതേനെന്ന് വെച്ചാൽ നമുക്കത് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. സാധാരണ വീടിനകത്തെന്ന് വെച്ചിരുന്നാൽ ഫൗണ്ടേഷൻ്റെ എന്തെങ്കിലും ഹോളുണ്ട്, അവിടെ അതിനകത്ത് സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ അത് കൂട് വയ്ക്കുള്ളൂ. അപ്പോൾ സാധാരണ പണ്ടത്തെ തൊഴുത്ത്, പശുക്കളെ വളർത്തുന്ന തൊഴുത്തിൻ്റെ അവിടെ ഈ അവരുടെ ഫൗണ്ടേഷൻ ഇടയിൽ അല്ലെങ്കിൽ മതിലിലെ കരിങ്കല് കെട്ടുന്നതിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെയാണ് സാധാരണ നമുക്ക് ഈ തേനീച്ച കൂട് വയ്ക്കാം. തേനീച്ച എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവായിട്ട്, ഒരിക്കലും തന്നെ അത് ചെറുതേനെ അത് നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. അതൊരു നെഗറ്റീവുള്ള പ്രശ്നമൊന്നുമല്ല. ഇല്ല ഇല്ല ഇല്ല. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് സർ, എൻ്റെ വീട്ടിൽ കാക്ക കൂട് വെച്ചിട്ടുണ്ട്, അത് നല്ലതല്ല എന്ന് ചിലർ പറയുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് ഈ വാസ്തുശാസ്ത്രത്തിൽ മനുഷ്യർക്ക് മാത്രമല്ല വാസസ്ഥലം പറയുന്നില്ല, എല്ലാ സകല ചരങ്ങൾക്കും എല്ലാ ജീവികൾക്കും നമുക്ക് വാസഗ്രഹം പറയുന്നുണ്ട്. വാസഗ്രഹങ്ങൾ പ്രത്യൻ്റെ അതിപ്പോൾ ഭൂമി പൂജ ചെയ്യുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ നമ്മളൊരു വാസഗ്രഹത്തിന് വേണ്ടി ഭൂമി ഒന്ന് ലെവൽ ചെയ്ത് വൃത്തിയാക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ പിന്നെ വൃക്ഷങ്ങളുണ്ടെങ്കിൽ അത് മുറിക്കുമ്പോൾ ആ വൃക്ഷത്തിൽ വസിക്കുന്ന പ്രാണികളായിരുന്നാലും പക്ഷികളായിരുന്നാലും അവരുടെ അവരുടെ വാസസ്ഥലം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയും നമ്മുടെ ഭൂമി കിളച്ച് വൃത്തിയാക്കിയിടുമ്പോൾ അതിൽ വരയ്ക്കുന്ന ചെറിയ കീടങ്ങൾ മുതൽ എല്ലാം അപ്പോൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ, അപ്പോൾ അവരുടെ സ്ഥലങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു വീട് വയ്ക്കാൻ നേരത്ത് അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ പൂജയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഭൂമി പൂജയായിട്ട് ചെയ്യുമ്പോൾ വൃക്ഷപൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അനുവാദമാണ്, ഒരു വൃക്ഷം മുറിക്കേണ്ട അനുവാദം. അപ്പോൾ ആ അനുവാദത്തോടെ തന്നെ അതിൽ വസിക്കുന്നവർക്ക് പുതിയ ഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ കൂട് വെച്ച് കിട്ടുക നമ്മൾ ഇല്ലാതാക്കുമ്പോൾ അതിനൊരു പിഴ ചൊല്ലിയാണ് അതിൻ്റെ പൂജയുടെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതൊരു സത്യം തന്നെയാണ്. അപ്പോൾ കാക്ക കൂട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വീട്ടിൻ്റെ അതിന് സൗകര്യം പ്രകൃതിദത്തമായിട്ട് അതിന് അനുയോജ്യമായ സ്ഥലമാണെങ്കിൽ മാത്രമേ കാക്കയായിരുന്നാലും ശരി മറ്റുള്ള പക്ഷികളായിരുന്നാലും ശരി കൂട് വയ്ക്കുകയുള്ളൂ. അവർക്ക് ശല്യമില്ല, ഈ വീട്ടുകാരെ ഞങ്ങളെന്നെ ശല്യപ്പെടുത്തില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ്. അല്ല, കാക്ക കൂട് വെച്ചെന്നും പറഞ്ഞാൽ ഒരു കുടുംബക്കാരും നശിച്ചു പോയിട്ട് എനിക്കറിവില്ല. അതൊക്കെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട് കേട്ടോ, വേറൊരു അന്ധവിശ്വാസം ഓരോരോ കാര്യം. പിന്നെ ഈ പ്രാവൊക്കെ വന്ന് നമ്മുടെ അത് കൂടുതലും RCC റൂഫ് കോൺക്രീറ്റ് കിട്ടണം, ഒരു ഷെയ്ഡ് സ്വല്പം സൗകര്യമായിട്ട് ഒരു ഇട കിട്ടെങ്കിൽ ഇത് വന്നിരുന്ന് കൂട് വെച്ച് വൃത്തിയുടെ കളയും, അത് മുഴുക്ക നാശമാക്കി കളയും. വീട് മുഴുവൻ അവിടെ കാഷ്ടിച്ച് അവിടെ മുഴുക്കും. പിന്നെ ഇതിൽ ഈ കുറുവുള്ള ഒരു ശബ്ദം ഒരു നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് കൂട് വയ്ക്കാൻ വീടിനകത്ത് നമ്മൾ ഇങ്ങനെയുള്ള പ്രാണികൾ കൂട് വയ്ക്കാനുള്ള സൗകര്യം കൊടുക്കരുത്. വൃക്ഷങ്ങളിൽ കൂട് വയ്ക്കണം ഓക്കെയാണ്. അതിന് വൃക്ഷങ്ങൾക്ക് അവർക്ക് അവകാശമാണ്, പ്രകൃതിദത്തമായിട്ട് അവരുടെ അവകാശമാണ്. ഒരു വീട് കെട്ടി താമസിക്കാൻ നമ്മുടെ അവകാശമാണ്, അത് കയ്യേറണ്ട. അതുകൊണ്ട് ഏത് പക്ഷികളോ എന്തോ ആയിക്കോട്ടെ, നമുക്ക് വൃക്ഷങ്ങളിൽ കൂട് വയ്ക്കുന്നത് പ്രകൃതിദത്തമായിട്ട് അവരുടെ ആവാസത്തിൻ്റെ അനുയോജ്യമായ സ്ഥലത്ത് മാത്രമേ അവർക്ക് കൂട് വയ്ക്കാൻ അവർ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവർ കൂട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീടിനകത്ത് വീട് വയ്ക്കുമ്പോൾ വീടിനകത്ത് ഇത് വല്ലതും വന്ന് അതിനെ മാത്രം ചേർത്താൽ മതി, അല്ല വൃക്ഷങ്ങളെ കേസ് ചേർക്കാൻ പാടില്ല എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ സാർ, ഇപ്പം നമ്മൾ പൊതുവായിട്ട് കാണുന്നതാണ് ചിലർ ആമകളെ വീട്ടിൽ വളർത്തുന്നത്. അത് നല്ലതല്ലാന്നും നല്ലതാണെന്നും പറയുന്ന ആൾക്കാരുണ്ട്. അതിലേതാണ് ശരി? പ്രത്യേകിച്ച് ഈ ആമ നമ്മുടെ വീടിൻ്റെ അടുത്തെവിടെയെങ്കിലും കുളം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുളത്തിലൊക്കെ ആമ ഉണ്ടാവും, നാടൻ ആമകൾ. അത് തൊട്ടടുത്ത വീടുകളിലൊക്കെ കഴിഞ്ഞ് വരാറുണ്ട്. അതൊന്നും ഒരിക്കലും തന്നെ ഒരു ദോഷകരമായ കാര്യമേ അല്ല, ഒരിക്കലും തന്നെ. ചില ആൾക്കാർ ഈ ആമയെ പിടിച്ചിട്ട് വടക്ക് കിഴക്കെ
മൂലഭാഗത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ആമയെ കൊണ്ടിടും. ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആമ ഒരിക്കലും തന്നെ അവിടെ ഒരിടത്ത് കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള ശേഷി അതിനുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ അത് അവിടെ കിടക്കില്ല. ഇനി എന്തൊക്കെ ചേരുന്നാലും ശരി, അത് എന്തൊക്കെ കയറുന്നാലും ഇത് ആമ അവിടെ നിന്ന് പോകും. അല്ല ആമയൊന്നും തന്നെ പിന്നെ വളർത്തുന്നത് അത് അങ്ങനെ ആമയെ വളർത്തുന്നൊരു ജാതിയല്ല അത്. ഈ പക്ഷികളെ വളർത്തുന്ന പോലെ അല്ലെങ്കിൽ ഫിഷിനെ മീനിനെ വളർത്തുന്ന പോലുള്ള രീതിയിൽ ആമയെ വളർത്തുന്നത് ചില ആഗ്രഹങ്ങൾ കൊണ്ടൊക്കെ, പക്ഷേ അത് അതിൻ്റെ രീതിയിൽ ഇണഞ്ഞ് പോകും. അതുകൊണ്ട് അത് ദോഷമൊന്നുമില്ല. ആമ പുറത്തു നിന്ന് വീട്ടിൽ വരുന്നതോ അല്ലെങ്കിൽ അത് വീട്ടിലൊന്ന് കിടക്കുന്നതോ ഒന്നും ദോഷമല്ല, കിടക്കില്ല, അത് കഴിഞ്ഞ് പോവും കേട്ടോ. ആരെയും തന്നെ അത് ഉപദ്രവിക്കില്ല, പാവമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചില ആൾക്കാർ പലതരം പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ അവരുടെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന ഒരു കാര്യമാണല്ലോ ഈ കൂട്ടിലിട്ട് വളർത്തുന്നത്. അത് പണ്ടുകാലം മുതലേ തന്നെ നമ്മുടെ ആദിമ മനുഷ്യൻ്റെ ആ കാലം മുതലേ തന്നെ ചില പക്ഷികൾ പ്രത്യേകിച്ച് ഈ തത്ത അതുപോലെ പല പല പക്ഷികളുമായിട്ട് മനുഷ്യന് വളരെയധികം ബന്ധങ്ങളുണ്ട്. അപ്പോൾ ആ ബന്ധത്തിലാണ് പിന്നെ വീട്ടിലുള്ള നായ്ക്കൾ അല്ലേ. പണ്ട് എല്ലാം വേട്ട നായ്ക്കൾ അതായത് രാജാക്കന്മാർ പണ്ട് വേട്ടയ്ക്ക് പോകുമ്പോൾ വേട്ട നായ്ക്കളെ കുതിരകൾ പോകുമ്പോൾ തന്നെ നായ്ക്കൾ മുമ്പേ പോകും. നായ്ക്കൾ മുമ്പേ പോയാണ് ഇത് കുറച്ച് ബഹളം ഉണ്ടാക്കി. അതിൻ്റെ പുറകെ ഇതാണ് കുതിരപ്പട്ടാളം എന്നൊക്കെ ഉണ്ട്. രാജാവ് വേട്ടയിടാൻ പോകുമ്പോഴുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും മനുഷ്യരെ പണ്ടുകാലമല്ല എല്ലാത്തിനും നായ്ക്കളെ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ അതൊരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. എന്തെല്ലാം രീതിയിലുള്ള പട്ടിക്കുട്ടികളും കാര്യങ്ങളും പല പല രീതികൾ. പക്ഷേ നമ്മുടെ സ്വന്തം കുട്ടികളെക്കാട്ടിയും അവരെയാണ് പരിപാലിക്കുന്നത്. ആ കാലം അതാണ്. അത് എത്രത്തോളം ഗുണകരമാണ് എന്ന് ചോദിച്ചാൽ പണ്ടത്തെ അപ്പൂമ്മമാരോ അമ്മമാരോ ഒന്നും ഒരിക്കലും തന്നെ വീട്ടിനകത്ത് ഒരിക്കലും തന്നെ പട്ടി പൂച്ചയൊന്നും കയറ്റില്ല. അവരതിനകത്ത് പറയുന്നത് ഇതിൻ്റെ രോമങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ആഹാരത്തിൽ കൂടെ പുറത്ത് വയറ്റിനകത്തുള്ളിപ്പോയാൽ ദോഷമാണ്. സത്യം തന്നെയാണില്ലെന്ന് പറയാൻ പറ്റില്ല. അതിന് അലർജി സംബന്ധമായിട്ട് കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അന്നത്തെ സിസ്റ്റം കറക്റ്റാണ്. പക്ഷേ ഇന്നത്തെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പട്ടികളും പൂച്ചയെല്ലാം തന്നെ സ്വന്തം ബെഡിൽ പുതപ്പിനകത്താണ് വച്ച് കിടത്തി ഉറക്കി കഴിഞ്ഞാൽ കാലം മാറി. അപ്പോൾ കാലത്തിനനുസരിച്ച് നീങ്ങി പോവുക എന്നുള്ള മാത്രമേ ഉള്ളൂ. പണ്ടത്തെ സിസ്റ്റം അനുസരിച്ച് ഇതൊക്കെ തെറ്റാണ്. മറ്റൊരു ചോദ്യം ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാറി ചോദിച്ചിരിക്കുന്നതാണ്. സർ, എൻ്റെ വീട്ടിൻ്റെ പ്രധാന വാതിലിന് നേരെ ഒരു തെങ്ങാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രധാന വീടിന് നേരെ വൃക്ഷങ്ങൾ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊരു ചോദ്യം. നമുക്ക് പ്രധാനപ്പെട്ട വാതിൽ, അതായത് നമ്മുടെ പൂമുഖ വാതിൽ എന്ന് പറയും. പൂമുഖ വാതിലിന് നേരെ മിനിമം ഒരു 10 അടിയാണെങ്കിൽ ഒരിക്കലും വരാൻ പാടില്ല. നേരെ ഈ ഊർജ്ജത്തെ ചെറുകും. ഒരു 10 അടിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു തെങ്ങോ എല്ലാം നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു 10 അടിക്കകത്ത് ഒരിക്കലും പാടില്ല. അത് നമുക്ക് തടസ്സം ഉണ്ടാക്കും, നമ്മുടെ ഊർജ്ജ ലെവലിന് തടസ്സം ഉണ്ടാക്കുമെന്നറിയാം. വീടിനകത്ത് തന്നെ നമ്മളൊരു വീട് പണിയാണെന്ന് വെച്ചോളൂ. ഇപ്പോൾ ഫില്ലറുകൾ ഉണ്ടെങ്കിൽ പോലും ചില ആൾക്കാർ ഒരു ഫില്ലറിൻ്റെ പൂമുഖ വാതിലിൻ്റെ ഫില്ലറിൻ്റെ ഏകദേശം പകുതിയോളം ചേർത്ത് അതൊന്നും പാടില്ല. അങ്ങനെ ചെയ്യരുത്. ഫില്ലർ വന്നാൽ കറക്റ്റായിട്ട് നമ്മുടെ പൂമുഖ വാതിലിന് ലെഫ്റ്റ് റൈറ്റ് മാറി നിൽക്കാവും. ഒരിക്കലും തന്നെ ഫില്ലർ മറയരുത്. പിന്നെ അതുപോലെ ഫില്ലറിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് പോകുന്നത്. നമുക്ക് ചില ആൾക്കാർ അത് എഞ്ചിനീയേഴ്സ് വരയ്ക്കുന്ന പ്ലാനിൽ ചില അപാധ പറ്റുന്നതാണ്. പ്രാക്ടിക്കലായിട്ട് വരയ്ക്കുമ്പം ഒരു മധ്യത്തിലായിട്ട് ഒരു ഫില്ലർ കൊടുത്തില്ലെങ്കിൽ അത് വീട് പൊളിഞ്ഞുകൊണ്ട സാഹചര്യം വരുന്ന സമയത്ത് അവർ മധ്യത്ത് കൊണ്ട് ഫില്ലർ കൊടുക്കും. അത് മദ്യം ഒന്ന് കറക്റ്റ് ഈ വീടിൻ്റെ ബ്രഹ്മസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടത്. അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു ഫില്ലർ വീടിൻ്റെ മധ്യഭാഗത്ത് കൊടുക്കുന്നത് നല്ലതുമല്ല, അത് ശരിയല്ല. അപ്പം ഈ പ്ലാൻ വരയ്ക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്ലാൻ വരയ്ക്കുമ്പോൾ വളരെയധികം അറിയത്തക്ക ആളെ വിട്ടുകൊണ്ട് പ്ലാൻ വരപ്പിക്കേണ്ടത്. നല്ല എഞ്ചിനീയേഴ്സുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ എഞ്ചിനീയേഴ്സും ആർക്കിടെക്റ്റൊക്കെ ഉണ്ടല്ലോ, അവരെ കൊടുത്തൊക്കെ വരയ്ക്കുക. അവർക്കിപ്പോൾ എഞ്ചിനീയേഴ്സും ആർക്കിടെക്റ്റൊക്കെ വാസ്തുശാസ്ത്രം ഇഷ്ടംപോലെ ഞാൻ തന്നെ ഇഷ്ടംപോലെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അവർ നല്ല മിടുക്കരാണ്. അവർ പെട്ടെന്ന് അവരെ സമയം എൻ്റെയും ഒക്കെ സമയം നോക്കി വന്നിരുന്ന്, അല്ലെങ്കിൽ അവർ ചില പ്ലാനൊക്കെ വരച്ചുകൊണ്ട് വന്നിട്ട് സാർ ഇതിലൊക്കെ എങ്ങനെ എടുക്കാം, അപ്പോൾ അത് നോക്കണ്ടെങ്കിൽ അത് കറക്റ്റ് അവർ മനസ്സിലാക്കി കൊണ്ടുപോയി കറക്റ്റ് ചെയ്തോളും.
ഒരിക്കലും നമുക്ക് അറിഞ്ഞുകൊടുത്ത കാര്യം ഒരാളെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു തടസ്സമില്ലല്ലോ. അങ്ങനെയൊക്കെ ചോദിച്ച് പഠിച്ച് മനസ്സിലാകും. ചില ആൾക്കാരൊന്നും ചെയ്യില്ല. ഈ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആർക്കിടെക്റ്റിൻ്റെ അതെല്ലാം കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ആയെന്നുള്ള ധാരണ തെറ്റാണ്. ഇപ്പോൾ മാർക്ക് എടുത്തിരുന്നാലും ശരി, ഞാൻ എല്ലാം അതിൻ്റെ PG വരെ ആയെന്ന് പറഞ്ഞാൽ അതൊന്നല്ല. പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബിടെക് കഴിഞ്ഞിരുന്നാലും ശരി, അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. അതെങ്കിലും എൻ്റെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഫീൽഡ് വിജയിക്കുകയുള്ളൂ. പിന്നെ വീടിൻ്റെ ഒരു പിന്നെ അനുകൂലമായ, അതായത് ഒരു ഫാമിലിക്ക് അനുകൂലമായ രീതിയിൽ ഒരു ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞത് ഒരു എന്താ പറയുക, ചില എല്ലാ ഡോക്ടർമാരും മരുന്ന് കൊടുത്താൽ ശരിയാവില്ല, ഉണ്ടാവും. ചില ആൾക്കാർ ഒരു സിമ്പിളായിട്ടൊരു പ്ലാൻ വരച്ച് കൊടുത്തിരുന്നാൽ, കാരണം എൻ്റെ മുമ്പ് വരുന്നത് എനിക്കറിയാം. അപ്പോൾ ചില ആൾക്കാർ റഫായിട്ടൊരു പ്ലാൻ വരച്ചിട്ട് സാർ ഇത് മതിയോ, ഞാൻ ഫൈനൽ തരാം. പക്ഷേ ആ ഒറ്റ നോട്ടത്തിൻ്റെ ആ പ്ലാന് നമുക്കറിയാം അത് കുഴപ്പമില്ലാതെ ശരി ഞാൻ ഫൈനലാക്കിക്കൊന്ന് പറഞ്ഞ് തിരിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ എന്നാൽ ചില ആൾക്കാർ പ്ലാൻ കയ്യിലെടുക്കുമ്പോഴേ നെഗറ്റീവാണ്. അനാവശ്യമായ കാര്യങ്ങളും തള്ളലും കൊള്ളലും കുഴിപ്പും എന്തൊക്കെ ചെയ്ത് വെച്ചാൽ അങ്ങനെ നമ്മൾ ഒരു വീട്ടിൽ വസിക്കും. അതൊക്കെ കൊമേഴ്ഷ്യൽ പർപ്പസ്, മനസ്സിലായി. അങ്ങനെയുള്ളിടത്തൊക്കെ ഞാൻ ചോട്ടെ, തെക്ക് ഭാഗത്തേക്കൊക്കെ പിന്നെ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ കെട്ടിയിട്ട് അവിടെ അത് തെക്ക് ഭാഗത്ത് ജലരാശിയല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ അവർക്കൊന്നും അതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത രീതി ചെയ്ത് കളയും. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു പ്ലാൻ വന്നപ്പോൾ പറഞ്ഞ് ഇറ്റലിയിലുള്ള ഒരു എഞ്ചിനീയറാണ് ഡിസൈൻ ചെയ്തത്. ഞാൻ പറഞ്ഞാലും ഇറ്റലി ആയിരുന്നാലും USA ആയിരുന്നാലും UK ആയിരുന്നാലും ഈ ഭൂപ്രകൃതിക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഇതുകൊണ്ട് നിൽക്കുന്നത്. സൂര്യൻ്റെ ദിശയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്യണം. വലിയ മലകൾ നിൽക്കുകയാണെങ്കിൽ അത് എത്രത്തോളം അവിടെ സൂര്യനെ ചെറുക്കുന്നുണ്ടെന്ന് നോക്കണം. ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമുക്ക് വാസ്തുശാസ്ത്രം നിലനിൽക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് പിന്നെ വടക്ക് ഭാഗവും കിഴക്ക് ഭാഗവും കൂടെ പർവ്വതം കൊണ്ട് ചെറുക്കുകയാണ് അല്ലേ. തൊട്ടടുത്ത തമിഴ്നാട് അവിടെ തന്നെ സമുദ്രമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കുറേയേറെ മാറ്റങ്ങൾ പ്ലാൻ വരുമ്പോൾ നമ്മൾ കണക്കെടുക്കണം. അല്ലാതെ വെറുതെ പിന്നെ കമുവിനത്തെ ഇങ്ങനെ ഒരുമിച്ച് തയ്പ്പ് കെട്ടിയാൽ ശരിയാവില്ല. കാര്യങ്ങൾ പ്രകൃതിപരമായിട്ട് കാര്യങ്ങൾ ഓരോ സ്ഥലത്തിൻ്റെ നോക്കിയിട്ടാണ് വാസ്തുശാസ്ത്രം 40% കണക്കെടുക്കേണ്ടത്. ജനറലായിട്ട് 60% ഉണ്ടെങ്കിലും 40% തന്നെ കാതലായ കാര്യങ്ങളിരിക്കുന്നത്. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപാട് രസകരമായ കാര്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഉള്ള കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് സാറ് പറഞ്ഞു തന്നത്. ഇനിയും നിങ്ങളുടെ ചോദ്യങ്ങൾ ഇതുപോലെ ഞങ്ങളെ എഴുതി അറിയിക്കുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.